കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തെ ചേർത്ത് നിർത്താൻ എല്ലാ മുന്നണികളും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ BJP ചില പുതിയ തന്ത്രങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ക്രൈസ്തവരെ മുഴുവൻ ചേർത്ത് നിർത്തിക്കഴിഞ്ഞു എന്നവർ അവകാശപ്പെടുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിനെയും ചേർത്ത് നിർത്താനുള്ള ഒരു ശ്രമം നടത്തുന്നു. ഇപ്പൊ ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് കോട്ടയത്ത് ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം തന്നെ നടത്തി. അതുപോലെ ഇനിയും മുസ്ലിം സമുദായത്തിന് വേണ്ടി മലബാറിൽ അവിടെ ഒരു ശില്പശാല വരെ സംഘടിപ്പിക്കുന്നു. BJPയുടെ ദേശീയ അധ്യക്ഷൻ കോഴിക്കോട് വരുന്നു എന്നുള്ള വാർത്തയൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്. ഈ ന്യൂനപക്ഷ വോട്ടുകൾ മുഴുവൻ BJPയിലേക്ക് സമാഹരിക്കാൻ പറ്റുമോ? ക്രൈസ്തവരെ ചേർത്ത് നിർത്തിയതുപോലെ മുസ്ലിം സമുദായത്തെ ചേർത്ത് നിർത്താൻ പറ്റുമോ? ഇക്കാര്യത്തിൽ നമ്മുടെ BJPയുടെ കേന്ദ്ര നേതൃത്വത്തിന് ചില ധാരണാ പിശകുകളുണ്ട്. ഇപ്പോൾ നമ്മൾ നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുഴുവൻ അവർ ചേർത്ത് നിർത്തി ആ പല സംസ്ഥാനങ്ങളിലും ഭരണം പിടിക്കുകയും എല്ലാം ഭംഗിയായിട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അതിന് ഉദാഹരണം ഞാനിത് പറയാനുള്ള ഒരു കാരണം, ആലപ്പുഴയിലെ ഒരു കൊച്ചു കുട്ടി വിളിച്ച മുദ്രാവാക്യം കേരളം മുഴുവൻ കേട്ടതാണ്. അതിൻ്റെ വാർഷികം വരാൻ പോവുകയായിരുന്നു സെപ്റ്റംബർ. ആ മുദ്രാവാക്യത്തിൽ അരിയും മലരും കാത്തു വച്ചോ എന്ന് പറഞ്ഞിട്ട് അടുത്ത് ആ കുട്ടി പറയുന്നൊരു സെൻറ്റൻസ് ഒന്നുകൂടി മറന്നുപോയി കുന്തിരിക്കം വാങ്ങി കാത്തുവച്ചു. അതായത് അതുവരെ അവരുടെ കൂടെ നിന്ന ക്രിസ്ത്യൻ സമുദായത്തെ, ന്യൂനപക്ഷം എന്നുള്ള രീതിയിലുള്ള ക്രൈസ്തവ മുസ്ലിം സാഹോദര്യം കേരള രാഷ്ട്രീയത്തിൽ കുറേ കാലം നിയന്ത്രിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. UDFിൻ്റെ രാഷ്ട്രീയം എപ്പോഴും കേരള കോൺഗ്രസ്സുകളും ലീഗും ചേർന്നുള്ള ഒരു ലയസൺ കമ്മിറ്റി ആയിരുന്നു പലപ്പോഴും തീരുമാനിച്ചിരുന്നത്. മുന്നണിയിലെ പ്രശ്നങ്ങൾക്ക് കുഞ്ഞാലിക്കുട്ടിയെ കാണാനും KM മാണിയെ കാണാനും ഒക്കെയാണ് പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു അവസ്ഥ കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുദ്രാവാക്യം ഒരു സൂചനയായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതുവരെ അവർ സാഹോദര്യ സ്ഥാനത്ത് നിർത്തിയിരുന്ന ക്രൈസ്തവ സമുദായത്തെ കൂടെ അപ്പുറത്താണ് എന്നുള്ള രീതിയിൽ കാണാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് തൊടുപുഴയിൽ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ ഒരു സമയവും അതിന് മുമ്പുള്ളൊരു സമയവും കേരള രാഷ്ട്രീയത്തിൽ നമുക്ക് രണ്ടായിട്ട് എടുക്കാം. ന്യൂനപക്ഷ രാഷ്ട്രീയം നോക്കും. ഇപ്പോൾ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ സമയത്ത് പോലും സഭയിലെ ആൾക്കാരും ജോസഫ് മാഷിനെ തള്ളിപ്പറയാൻ ഒരു സങ്കോചവും കാണിച്ചില്ല. അത് എന്തിൻ്റെ പേരിലാണെങ്കിലും അത് ചിലപ്പോൾ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിനോടുള്ള ഭയം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി ന്യൂനപക്ഷങ്ങൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സഹോദരങ്ങളാണെന്നുള്ള ബന്ധം കാരണമായിരിക്കാം. എന്തായാലും ജോസഫ് മാഷിൻ്റെ വിഷയം കേരളത്തിൽ വളരെ ചർച്ചയായതിനു ശേഷം, വളരെ കാലത്തിന് ശേഷം, ഏകദേശം 5 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ മുസ്ലിം പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു ടാർഗറ്റ് ക്രൈസ്തവരുമാണ് എന്ന് കേരളത്തിലെ ക്രൈസ്തവർ മനസ്സിലാക്കുന്നു. ഇന്ന് നമ്മൾ BJPയുടെ കൂടെ കാണുന്ന, രാഷ്ട്രീയത്തിലെ സ്ഥിരമായിട്ട് ശത്രുക്കളില്ല എന്ന് പറയാറുണ്ടെങ്കിലും ഇന്ന് നമ്മൾ BJPയുടെ മുഖമായി കാണുന്ന, പലരും ഹീറോ ആയി കാണുന്ന ശ്രീ PC ജോർജും ശ്രീ ഷോൺ ജോർജുമാണ് കേരളത്തിലെ SDP എന്നുള്ള പാർട്ടിയെ ഇത്രത്തോളം വളർത്തിയത്. അന്ന് അവർക്ക് അതിൻ്റെ ഡേഞ്ചർ അവർക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇത് വളർന്ന ശരിക്കും മനസ്സിലായിട്ടില്ല അവർക്ക്. അന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു, പിന്നീട് മനസ്സിലായി. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ സ്ഥലവും ഞാനും SDP ഉണ്ടെങ്കിൽ എന്തും നടക്കുമെന്ന് PC ജോർജ് സാറ് പറയുന്നത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്ത് നിന്ന് അതേ നാവുകൊണ്ട് തള്ളി പറയുകയും ചെയ്തു. അത് തള്ളി പറയേണ്ടി വന്നതിൻ്റെ വ്യത്യാസമാണ് ഞാൻ ഈ പറയുന്നത്. ആ സമയത്ത് നമ്മൾ രണ്ടുപേരും ന്യൂനപക്ഷങ്ങളാണ്, ഞങ്ങൾ രണ്ടുപേരും ഏകദൈവ വിശ്വാസികളാണ് എന്നുള്ള ഒരൊറ്റ പ്ലാറ്റ്ഫോമിൻ്റെ പുറത്ത് ഇവർ രണ്ടുപേരും ഏകോദര സഹോദരങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് PC ജോർജിനെ, ആ സമയത്താണ് PC ജോർജ്, ഇവൻ തിരുവനന്തപുരത്ത് അരുവിക്കര പോലും SDP-യുടെ വോട്ട് പ്രതീക്ഷിച്ചിട്ടാണ് ശ്രീ PC ജോർജ് ഒരു മുന്നണി സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തിയത്. വെറും 1500 വോട്ട് വാങ്ങിച്ചിട്ട് ആ സ്ഥാനാർത്ഥി തോറ്റപ്പോഴത്തേക്കാണ് PC ജോർജ് മനസ്സിലായത് SDP അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല. അതിന് മുമ്പുള്ള ഇലക്ഷനിൽ 7000-ഓളം വോട്ട് SDP നേടിയ മണ്ഡലത്തിൽ SDP പിന്തുണയോടെ മത്സരിച്ച PC ജോർജിൻ്റെ പാർട്ടിക്ക് കിട്ടിയത് വെറും 1500 വോട്ടാണ്. അപ്പം SDP എന്ന് പറയുന്ന ആ മണല് അല്ലെങ്കിൽ ആ മണ്ണ് കാലിനടിയിൽ നിന്ന് ഒലിച്ചു പോയെന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോഴത്തേക്കാണ് അദ്ദേഹം അവരെ തള്ളി പറഞ്ഞത്. എന്നിട്ട് അയാൾ BJPയിൽ വന്നു, പിന്നെ ജ്ഞാനസ്നാനമൊക്കെ നടത്തി.
പക്ഷേ PC ജോർജൊക്കെ വളർത്തിക്കൊണ്ട് വന്ന SDP എന്ന് പറയുന്ന ഒരു ഭൂതം, ആ SDP എന്ന് പറയുന്നത് അവരുടെ പൊളിറ്റിക്കൽ വിങ് ആണെങ്കിലും അവരുടെ ക്രിമിനൽ വിങ് പോപ്പുലർ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ വേറൊരു രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് വന്നത് അവരെല്ലാം കണ്ടില്ലെന്ന് നടിച്ചു. ഇത് CPM വളർത്തിക്കൊണ്ട് വന്നെങ്കിലും അവരും ഇത് കണ്ടില്ല എന്ന് നടിച്ചിട്ട് അഭിമന്യുവിൻ്റെ കൊലപാതകം വരെ അവർക്കും കാത്തിരിക്കേണ്ടി വന്നു. ഇത് പൊളിറ്റിക്കൽ ഇസ്ലാം കേരളത്തിൽ ഏത് രീതിയിലാണ് പിടിമുറുക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഹൈന്ദവ ക്രൈസ്തവ ഐക്യം ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ ഭയാശങ്കകളുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ്, മുസ്ലിം ലീഗുകാർക്കല്ല, പൊളിറ്റിക്കൽ ഇസ്ലാമിനാണ്. അപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയിട്ട് അവർ നേരെയും ഒളിഞ്ഞും തെളിഞ്ഞും അവർ എപ്പോഴും ശ്രമിക്കും. കാര്യം അവരും കൂടെ കൈവിട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഭീകരവാദം വളർത്തുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ളൊരു ഭയം അവർക്ക് എപ്പോഴും ഉണ്ട്. അപ്പം ഈ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടൊന്നും ഒരിക്കലും BJPക്ക് സമാഹരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ലല്ലേ? ഇസ്ലാം സമുദായത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൽ പെട്ടുപോയ കുറച്ച് പേർ ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കൂടെ ഉറച്ചു നിന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ നിന്ന് പിളർത്തി, അതായത് ശ്രീ KG മാരാർജിയുടെ ഒരു ഡിക്റ്റമുണ്ട്, പുള്ളിക്കാരൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ തിയറി ഉണ്ട്, അത് ഇന്നും വളരെ പ്രസക്തമാണ്. അതായത് അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ നിങ്ങൾ ഒരു കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്ത ആൾക്ക് ഒരിക്കലും ഒരു കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇത് ശ്രീ KG മാരാർ ഞാൻ കൂടെ ഇരിക്കുന്ന ഒരു സമയത്ത് പറഞ്ഞ ഒരു വാചകമാണ്. അത് ഞാൻ 10-30 വർഷത്തിന് ശേഷവും 40 വർഷത്തിന് ശേഷവും ഞാൻ ഓർക്കാൻ കാരണം, ഈ നോൺ കേഡർ പാർട്ടിയിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗിൽ നിന്ന് കുറേ പേരെ കൊണ്ടാണ് കേഡർ പാർട്ടി ഉണ്ടാക്കിയിട്ട് ശ്രീ മദനി PDP എന്ന് പറഞ്ഞ പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി ചിന്നിച്ചെറിപ്പോയി. അതുപോലെ പല സംഘടനകളും ആ രീതിയിൽ വന്നു. അതിൽ നിന്ന് ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്, അവർ നോൺ കേഡർ പാർട്ടിയിൽ വർക്ക് ചെയ്തവരാണ് മുസ്ലിം ലീഗിലെ സാധാരണ പ്രവർത്തകർ. അവർക്കൊരു കേഡർ പാർട്ടിയായിട്ട് പ്രവർത്തിക്കാനും ആയുധ പരിശീലനം നടത്താനും ഹിന്ദു സമുദായത്തെ ഒതുക്കിക്കളയാമെന്നുള്ള ഒരു ധാരണയോട് പ്രവർത്തിക്കാനും ഒന്നും സാധാരണ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വിപ്ലവ വീര്യം ഉള്ളവരെ അടർത്തിയെടുത്ത് CPM ഒക്കെ കൂടെ കൊണ്ടുപോയെങ്കിലും പിന്നീട് അഭിമന്യുവിനെ പോലുള്ളവരുടെ ആ പ്രവർത്തനം കണ്ടപ്പോഴത്തേക്ക് അവർക്ക് അത് മനസ്സിലായി, നാളെ PC ജോർജിനെ വിഴുങ്ങിയ ഭൂതം CPM-നെയും വിഴുങ്ങും. ഇപ്പം ഭീകരവാദം ഏത് പാർട്ടിക്കായാലും, അത് കോൺഗ്രസിനാണെങ്കിൽ തന്നെയും BJPക്കാണെങ്കിൽ തന്നെയും CPM-നാണെങ്കിൽ തന്നെയും, അത് ലോങ് ടേമിൽ അവർക്കത് വിനാശത്തിന് വഴിയൊരുക്കുള്ളൂ. ഇപ്പോൾ കേരളത്തിൽ ഈ ക്രിസ്ത്യൻ BJP ഒരു സഖ്യം ഉണ്ടാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് BJPക്കാർ ഇപ്പോൾ നമ്മൾ അഹമ്മദാബാദിൽ എടുക്കുകയാണെങ്കിലും ഗുജറാത്തിൽ എടുക്കുകയാണെങ്കിലും UP-യിൽ എടുക്കുകയാണെങ്കിലും ഒക്കെ മുസ്ലിം സമുദായത്തിൻ്റെ വോട്ട് നേടാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏതെങ്കിലും ഒരു സമുദായ സംഘടനകളെയോ മെത്രാന്മാരെയോ ഒന്നും അവർ പോയി കണ്ടിട്ടല്ല ഇതൊക്കെ ഉണ്ടാക്കിയത്. നമ്മളുടെ പൊതുപ്രവർത്തനത്തിൽ ഉള്ള നേതാക്കളുടെ സംശുദ്ധിയും അവരുടെ പെരുമാറ്റവും കൊണ്ടാണ് ആൾക്കാർ അവർ വോട്ട് ചെയ്തത്. അല്ലാതെ മെത്രാൻ പറഞ്ഞതുകൊണ്ട് ആൾക്കാർ വന്ന് വോട്ട് ചെയ്യുമെന്നാണ് കേരളത്തിൽ വിശ്വാസമെങ്കിൽ കേരളത്തിലെ ആൾക്കാർ അത് അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ.